മെട്രോ സർവീസ് കേരളത്തിൽ വന്നതും അത് ജനങ്ങളെ ഏറ്റെടുത്തതും വളരെ പെട്ടെന്നാണ്. സാമ്പത്തികമായി പല നേട്ടങ്ങളും കോട്ടങ്ങളും മെട്രോ സർവീസിനുണ്ടായി. എന്നാൽ 2024 ന്യൂ ഇയറും ക്രിസ്മസിനും വമ്പൻ ലാഭമാണ് കൊച്ചി മെട്രോ നേടിയത്. എന്നാൽ യാത്രക്കാർക്ക് ഒരു സന്തോഷ വാർത്തയാണിപ്പോൾ പുറത്തു വരുന്നത്. മെട്രോ കണക്ട് ഇലക്ട്രിക് ബസ് സർവീസ് ആരംഭിക്കാൻ പോവുകയാണ്. വിവിധ മെട്രോ സ്റ്റേഷനുകളിൽ നിന്നാണ് ബസ് സർവീസ് അടുത്ത ആഴ്ച മുതൽ ആരംഭിക്കുക. വിവിധ റൂട്ടുകളിൽ പരീക്ഷണോട്ടം നടത്തിയിരുന്നു. അത് വിജയകരമായി പൂർത്തിയാവുകയും ചെയ്തിരുന്നു. ആലുവ ഇന്റർനാഷണൽ എയർപോർട്ട്, കളമശ്ശേരി മെഡിക്കൽ കോളേജ്, ഹൈക്കോർട്ട് MG റോഡ് സർക്കുലർ, കടവന്ത്ര KP വള്ളോൻ റോഡ് സർക്കുലർ, കാക്കനാട് വാട്ടർ മെട്രോ ഇൻഫ്രാ പാർക്ക്, കളക്ട്രേറ്റ് എന്നീ റൂട്ടുകളിലാണ് ആദ്യം ഇലക്ട്രിക് ബസ് സർവീസുകൾ ആരംഭിക്കുന്നത്. മുട്ടം, കലൂർ, വൈറ്റില, ആലുവ എന്നിവിടങ്ങളിലാണ് ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. ഡിജിറ്റൽ പേയ്മെന്റ് വഴിയാണ് ടിക്കറ്റിംഗ് സംവിധാനം. ക്യാഷ് ട്രാൻസാക്ഷനുമുണ്ട്. UPI വഴിയും രൂപേ ഡെബിറ്റ് കാർഡ്, കൊച്ചി വോൺ കാർഡ് എന്നിവ വഴിയും പേയ്മെന്റ് നടത്താം. എയർപോർട്ട് റൂട്ടിലും 4 ബസ്സുകളും, കളമശ്ശേരി റൂട്ടിൽ 2 ബസ്സുകളും, ഇൻഫോ പാർക്ക് റൂട്ടിൽ 1 ബസ്സും, കളക്ട്രേറ്റ് റൂട്ടിൽ 2 ബസ്സുകളും, ഹൈക്കോർട്ട് റൂട്ടിൽ 3 ബസ്സുകളും, കടവന്ത്ര റൂട്ടിൽ 1 ബസ്സുമാണ് സർവീസ് നടത്തുന്നത് എന്ന് കൊച്ചി മെട്രോ അഡീഷണൽ ജനറൽ മാനേജർ പറഞ്ഞു. കാക്കനാട് വാട്ടർ മെട്രോ കിൻഫ്ര ഇൻഫോ പാർക്ക് റൂട്ടിൽ രാവിലെ 8 മണി മുതൽ വൈകിട്ട് 7 മണി വരെ 25 മിനിറ്റ് ഇടവിട്ട് സർവീസ് ഉണ്ടാകും. കാക്കനാട് വാട്ടർ മെട്രോ കളക്ട്രേറ്റ് റൂട്ടിൽ 20 മിനിറ്റ് ഇടവിട്ട് രാവിലെ 8 മണി മുതൽ വൈകിട്ട് 7:30 വരെ സർവീസ് ഉണ്ടാകും. ഹൈക്കോർട്ട് MG റോഡ് സർക്കുലർ റൂട്ടിൽ 10 മിനിറ്റ് ഇടവിട്ട് രാവിലെ 8:30 മുതൽ വൈകിട്ട് 7:30 വരെയും, കടവന്ത്ര KP വള്ളോൻ റോഡ് പനമ്പിള്ളി നഗർ റൂട്ടിൽ 25 മിനിറ്റ് ഇടവിട്ട് രാവിലെ 9 മണി മുതൽ വൈകിട്ട് 7 മണി വരെയും സർവീസ് ഉണ്ടാകും. ആലുവ എയർപോർട്ട് റൂട്ടിൽ 80 രൂപയും മറ്റു റൂട്ടുകളിൽ 5 കിലോമീറ്റർ യാത്രയ്ക്ക് മിനിമം 20 രൂപയുമാണ് പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത ഇലക്ട്രിക് ബസ്സിലെ യാത്രാ നിരക്ക്. കൊച്ചി മെട്രോ സ്റ്റേഷനുകളിലേക്കുള്ള ഫസ്റ്റ് മൈൽ കണക്ടിവിറ്റി വർദ്ധിപ്പിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് 15 ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങി കൊച്ചി മെട്രോ സർവീസ് നടത്തുന്നത് എന്ന് KMRL മാനേജിംഗ് ഡയറക്ടർ അറിയിച്ചു. ഏറ്റവും സുഖകരമായ യാത്രയ്ക്ക് പരിസ്ഥിതിക്ക് ഇണങ്ങുന്ന കൊച്ചി മെട്രോയിലെ ഇതിന് സമാനമായ യാത്രാ സൗകര്യങ്ങളോടെയാണ് ഈ ബസ്സുകൾ സജ്ജമാക്കിയിരിക്കുന്നത്. 33 സീറ്റുകളാണ് ബസ്സിലുള്ളത്. എയർപോർട്ട് റൂട്ടിൽ തിരക്കുള്ള സമയങ്ങളിൽ 20 മിനിറ്റ് ഇടവിട്ടും തിരക്കില്ലാത്ത സമയങ്ങളിൽ 30 മിനിറ്റും ഇടവിട്ട് സർവീസ് ഉണ്ടാകും. രാവിലെ 6:45 മുതൽ സർവീസ് ആരംഭിക്കും. രാത്രി 11 മണിക്കാണ് എയർപോർട്ടിൽ നിന്ന് ആലുവയിലേക്കുള്ള അവസാന സർവീസ്. കളമശ്ശേരി മെഡിക്കൽ കോളേജ് റൂട്ടിൽ 30 മിനിറ്റ് ഇടവിട്ട് സർവീസ് ഉണ്ടാകും. രാവിലെ 8:30 മുതൽ വൈകിട്ട് 7:30 വരെയാണ് സർവീസ്. അതേസമയം ലോകത്തിലെ ഏറ്റവും വലിയ 3ാമത്തെ മെട്രോ ശൃംഖലയുള്ള രാജ്യമെന്ന നേട്ടം സ്വന്തമാക്കി ഇന്ത്യ. മൊത്തം 1000ഓളം കിലോമീറ്ററാണ് നിലവിൽ ഇന്ത്യയുടെ മെട്രോ ശൃംഖലയുള്ളത്. രാജ്യത്തെ നഗരവികസനത്തിൽ നിർണായക കുതിച്ചുചാട്ടമായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത്. ഡൽഹിയിലെ നമോ ഭാരത് പദ്ധതിക്കും മറ്റു മെട്രോ പദ്ധതികളുടെ വികസനത്തിനും പിന്നാലെയാണ് ഈ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ചത്. 1000 കിലോമീറ്ററിലേറെ ദൂരത്തിൽ 11 സംസ്ഥാനങ്ങളിലായി 23 നഗരങ്ങളിലാണ് ഇന്ത്യയുടെ മെട്രോ ശൃംഖലയുള്ളത്. ഡൽഹി മീററ്റ് നമോ ഭാരത് ഇടനാഴിയുടെ 4ാം ഘട്ടം കഴിഞ്ഞ ദിവസമാണ് രാജ്യത്തിന് സമർപ്പിച്ചത്. 4600 കോടി മുടക്കി അശോക് നഗറിനും സാഹിബാബാദിനുമിടയിലുള്ള 13 കിലോമീറ്റർ ഭാഗം തുറന്നതോടെ നമോ ഭാരതിന്റെ ആകെ ഇടനാഴി നിലവിൽ 55 കിലോമീറ്ററായി. ഇതിൽ 11 സ്റ്റേഷനുകളുണ്ട്. സാഹിബാബാദിനും ദുഹായ്ക്കുമിടയിലുള്ള 17 കിലോമീറ്റർ വരുന്ന സെക്ഷൻ കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തിരുന്നു. ആകെ 82 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഇടനാഴി ന്യൂഡൽഹിയിലെ സരായ് കലഖാനിൽ നിന്ന് ആരംഭിച്ച മീററ്റിലെ മോദിപുരത്ത് അവസാനിക്കുകയും ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.